ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെറി ടൊമാറ്റോ കൊണ്ടൊരു മോരുകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. തേങ്ങ ചേർക്കാതെയാണ് ഈ ഒരു മോരുകറി തയ്യാറാക്കിയിരിക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു മോരുകറിയാണിത്. ഈ ഒരു മോരുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചെറി ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിവിടെ കട്ട് ചെയ്യാതെ മുഴുവനായിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് വേണ്ടത് 1/2 ലിറ്ററോളം അധികം പുളിയില്ലാത്ത തൈരാണ്. യോഗർട്ട് എടുത്താലും മതിയാവും. തൈര് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഒരു സ്പൂണോ ഫോർക്കോ കൊണ്ടൊന്ന് ഉടച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 3-4 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ ചെറുജീരകം പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറി ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫ്ലേവേഴ്സൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ചൂടാക്കുകയോ തിളപ്പിക്കുകയോ ഒന്നും ചെയ്യരുത്. തൈര് പിരിഞ്ഞു പോകും. ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും മുളക് പൊടിയും കൂടി മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ ചേർക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കിയ മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.